ഇന്നത്തെ വീഡിയോയിൽ ചാലഞ്ച് നോക്കുകയാണെങ്കിൽ സോ ഇന്നത്തെ വീഡിയോയിൽ ടീമായിട്ടായിരിക്കും കാഴ്ചയൊക്കെ ഇവിടെ മത്സരിക്കുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ടീംസിനെ. കൊമ്പൻ ആൻഡ് എഡ്വിൻ BCB ആണ് ഗൈസ് ഇപ്രാവശ്യം ടീം. സോ ഗൈസ് അപ്പോൾ എന്റെ സെക്കൻഡ് ടീം നോക്കുകയാണെങ്കിൽ നമ്മൾ ചാർലി BCB ആൻഡ് ഡോമിനേറ്റർ എക്സ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഡോം നമ്മുടെ ചാലഞ്ചിൽ തിരിച്ചു വരുന്നത്. ഇത്ര നാൾ ക്യാമറ പുറകിലായിരുന്നു, ഇത് ക്യാമറ ഫ്രണ്ടിലാണ്. നിങ്ങൾ ആദ്യമായിട്ടല്ലേ? ജയിച്ചേക്കണം. കന്നി ചാലഞ്ചാണ് നിങ്ങളുടെ. ഓക്കെ ഗൈസ് അപ്പോൾ ചാലഞ്ച് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൗഡ് vs ക്വയറ്റ്. ഓക്കെ സോ അതായത് ഞാൻ ഇവിടെ രണ്ട് പേപ്പറിൽ ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ട്, ലൗഡും ക്വയറ്റും എഴുതിയിട്ടുണ്ട്. സോ ഞാനത് ഷഫിൾ ചെയ്തിട്ടും നിങ്ങൾ അതൊന്ന് ചൂസ് ചെയ്യണം. ഓക്കെ സോ ലൗഡ് കിട്ടുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ ക്വയറ്റ് കിട്ടുന്ന ആൾക്കാരാണെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ഓരോ റൗണ്ടിൽ ഞാൻ ഓരോ ടാസ്ക് അല്ലെങ്കിൽ ഓരോ സംഭവങ്ങൾ ഇവിടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടാവും. അതൊന്നുമല്ല, അതിനെ പറഞ്ഞുതരാം. ഓക്കെ സോ ഉദാഹരണത്തിന് ഒരു ഫുഡാണ് വിചാരിക്കുക. ഓക്കെ സോ ക്വയറ്റ് കിട്ടുന്ന ആൾ എന്ത് ചെയ്യണം, അത് സൗണ്ട് ഇല്ലാതെ കഴിക്കണം. സൗണ്ട് വരാനേ പാടില്ല, മനസ്സിലായോ? ഇനി ലൗഡ് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അത് ഓവർ സൗണ്ട് ഉണ്ടാക്കി തിന്നണം, മനസ്സിലായോ? ചവയ്ക്കണതിന്റെ ASMR അങ്ങനെ തിന്നണം. ഓക്കെ സോ ഇത് ഫുഡ് മാത്രമല്ല, ചിലപ്പോൾ വേറെ പല സംഗതികളും ടാസ്കുകളൊക്കെ വരുന്നതായിരിക്കും. ഓക്കെ സോ അത് വരുമ്പോ കാണാടാ പോലെ. ഓക്കെ സോ പിന്നെ വേറെ കാര്യം, ലൗഡും ക്വയറ്റും രണ്ടാൾക്ക് കിട്ടുമല്ലോ, 2 മിനിറ്റ് ഉള്ളൂ. ഫസ്റ്റ് കളിക്കേണ്ടത് ലൗഡ് കിട്ടുന്ന ആളാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ സോ എന്നിട്ടായിരിക്കും ക്വയറ്റ് ചെയ്യുന്ന ആള്. ഓക്കെ അപ്പോൾ അറ്റ് എ ടൈം ഒരു ടീമാണ് ഇവിടെ ചെയ്യുള്ളൂ. ഓക്കെ സോ റെഡി അല്ലേ? അപ്പൊ കുറച്ച് റൗണ്ട്സ് ആയിട്ടായിരിക്കും നടക്കുന്നത്. സോ രണ്ട് ടീമുകൾ റെഡിയാണോ? പേര് ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ നമുക്ക് എന്തായാലും നമ്മുടെ ചാലഞ്ചിലോട്ട് കിടക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കാത്ത ഒരു ലൈക്ക് അടിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കൺ ആൾ ഓപ്ഷൻ വയ്ക്കുക. ഓക്കെ സോ പോവാം. Let's go. So guys, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഞാനൊരു പിങ്കും ഒരു വൈറ്റും കളറുള്ള സംഭവിച്ചിട്ടുണ്ട്. അറിയാവുന്ന ഒരു കൊമ്പ പറഞ്ഞ എനിക്ക് അറിയില്ല, നിനക്ക് അറിയാലോടാ. ഇത് ഞാൻ പഞ്ഞിയാണ്, പഞ്ഞിമിഠായി. എനിക്കറിയാൻ മാഷ്മെല്ലോസ്. ഇതാണ് മാഷ്മെല്ലോ. ഓക്കെ മാഷ്മെല്ലോ മറ്റേ സാധനമല്ലേ? സ്പീക്കർ ഐരാവതം കുതിര. സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ മാഷ്മെല്ലോണ് ഗൈസ് ഒക്കെ വെച്ചിട്ടുള്ളത്. സോ ആൻഡ് വേറെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് തീരുമാനിക്കേണ്ടത് ഗൈസ് ആർക്കാണ് ക്വയറ്റ് ആർക്കാണ് ലൗഡ് കാണാം. ഓക്കെ സോ അപ്പോൾ ലൗഡ് കിട്ടുന്ന ആള് ഇതൊന്നും എത്രത്തോളം സൗണ്ട് വരാൻ പറ്റും അത്രത്തോളം സൗണ്ട് വന്നിട്ട് കഴിക്കണം. പറഞ്ഞ മാഷ്മെല്ലോ പാട്ടുകാരാണ് പറഞ്ഞത്, അത് മാർഷലാണ്. ഒന്നുമില്ല കൂൾ ക്വയറ്റ് ആർക്കാണ് ലൗഡ് ആർക്കാണ് നോക്കാം. സോ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, റെഡിയാണോ? ഓക്കെ ഐ ഹാവ് സം പേപ്പർ, സം അല്ല 2 പേപ്പർ. ഓക്കെ സോ നിങ്ങൾ ഇതൊന്ന് പെറുക്കി എടുക്കേണ്ടതാണെന്ന് അറിയിച്ചോളൂ. പിന്നെ ഞാൻ എടുത്തോളാം. നിങ്ങൾ തന്നെ ടീം അല്ല അവിടെ ഓക്കെ ഇട്ടിട്ടുണ്ട്. രണ്ടും തിന്നോ? തുറക്കല്ല, ഡോം വർക്കരുത്. നോക്കട്ടെ ക്വയറ്റ് ഭാഗ്യം വന്നല്ലേ അളിയാ. നമുക്ക് സൗണ്ട് എടുത്താ പോലെ. ഞാന് ഒരു ഫണ്ണായിട്ടുള്ള ഒരു കാര്യം കൂടി പറയാം. ഇനി നിങ്ങൾക്ക് ക്വയറ്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് സൗണ്ട് വരികയോ അല്ലെങ്കിൽ ലൗഡ് കിട്ടിയിട്ട് സൗണ്ട് വരാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ പണിഷ്മെന്റ് വേണ്ടി ഞാനൊരു സ്പെഷ്യൽ ഡ്രിങ്കിന് അവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു പച്ച കളറുള്ള സാധനമാണ്, പച്ച, ഒരു ലൈറ്റ് പച്ച. ഓക്കെ സോ പണിഷ്മെന്റ് ഉണ്ട്, കൺഫേം പണിഷ്മെന്റ് ആണ്. ഓക്കെ ലൗഡ് ആണ്. 1 2 3 4 അങ്ങനെ ആ സൗണ്ട് വേറെ കാര്യം പറയാം, ഇത് ഫസ്റ്റ് റൗണ്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഇനി അങ്ങോട്ട് ക്വയറ്റ് കിട്ടുന്ന ആൾക്കാര് പണിയാണല്ലേ. നമ്മൾ തുടങ്ങിക്കോട്ടെ. സോ ഇതെന്തായാലും സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ട് ലൗഡ് ചവയ്ക്കണേ, ഇട്ടു ഉറിഞ്ചരുത്. ചവയ്ക്കുന്നില്ല. കൊമ്പന്റെ ഇവിടുന്നൊക്കെ കൊമ്പന്റെ കൈ അടുത്ത് കഴിക്കും. 2-3 എടുക്ക്. ഇല്ല ചവയ്ക്കണല്ല. പോയാ പഠിച്ച കള്ളന്മാരാ. ഓക്കെ ഗായ്സ് എന്തായാലും ഫൈൻ, എന്തായാലും സെറ്റ് ആയിട്ട് സൗണ്ട് വന്നോ?
ഓക്കെ ഗൈസ് എന്തായാലും അപ്പോൾ സക്സസ്ഫുള്ളി അവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ക്വൈറ്റ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് എന്താണ് വീടുണ്ടോ സൗണ്ട് വന്നു. എന്തായാലും ഗൈസ് ഈ ഒരു റൗണ്ടിൽ ക്വൈറ്റ് ആയിട്ട് നമ്മൾ കുറച്ച് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം. ഓക്കെ സോ അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോകാം. സോ ഗൈസ് ലെറ്റ്സ് ഗോ. യെസ് ഗൈസ് അപ്പോൾ നമ്മുടെ ചാലഞ്ചിലെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് പോവാണെങ്കിൽ ഗൈസ് നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള ലൈസിന്റെ പാക്കറ്റ് ആണ് ഗൈസ് നമ്മൾ വെക്കുന്നത്. ഓക്കെ സോ അപ്പോൾ ഞാൻ എന്തായാലും ലൈസിന്റെ പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ക്വൈറ്റ് കിട്ടുന്ന ആൾക്കാർ ആക്ച്വലി ഇത് സൗണ്ട് ഉണ്ടാക്കാതെ പൊട്ടിക്കണം. ഓക്കെ ക്വൈറ്റ് കിട്ടുന്ന ആൾക്കാർ ഇത് സൗണ്ട് ഉണ്ടാക്കാതെ പാക്കറ്റ് എങ്ങനെ പോസിബിൾ? സത്യം. ഓക്കെ ഇത് വെറും വെള്ളമല്ല, ഇത് വെറും വെള്ളമല്ല, ഇതാണ് കൈപ്പക്ക ജ്യൂസ്. ഓക്കെ സോ സ്പെഷ്യൽ ആയിട്ട് നാരങ്ങ പഞ്ചസാര ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട്. സീനില്ല. ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ കൊമ്പന്റെ ടീമിനാണ് ക്വൈറ്റ് കിട്ടുന്നത് വിചാരിക്കുക. ഇനി നിങ്ങൾ ഉദാഹരണം പറയണോ? പറഞ്ഞ കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ഇനിയിപ്പോ ഉദാഹരണം പറഞ്ഞിട്ട് അവർക്ക് ക്വൈറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആകെ പണിയോ. ഇപ്പൊ കൊമ്പൻ ഇത് സൗണ്ട് ഇല്ലാതെ പൊട്ടിച്ചു എന്ന് വിചാരിക്കുക. എന്നിട്ട് ഒരു ലൈസ് തിന്നുന്ന സമയത്ത് സൗണ്ട് വന്നു. അപ്പൊ ഇതിനൊരു സിപ്പ് കുടിക്കുക, എന്നിട്ട് വീണ്ടും കഴിക്കുക. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്വൈറ്റായിട്ട് കഴിച്ചു, വീണ്ടും ഒരു വട്ടം കഴിക്കുന്ന സമയത്ത് വീണ്ടും സൗണ്ട് വന്നാൽ വീണ്ടും കുടിക്കുക. അങ്ങനെ എത്ര വട്ടം സൗണ്ട് വരുന്നോ അത്ര വട്ടം ഓരോ സിപ്പ് കഴിക്കാലോ. യെസ് കറക്റ്റ് ആൻസർ. സത്യം ബക്കറ്റിലാണ്. അത് ആരുടെ ബക്കറ്റാ? എന്താണ് ഒരു ഉഷാറില്ലാത്ത? നിന്റെ ടീമേറ്റ് റെഡിയല്ലോ. ടീമേറ്റ് പേടിച്ചാ സോ 3 2 1 ഇതെന്നത് മനസ്സമ്മതോ? ഡോമിനെ അച്ചിരിയൊന്നും മാറ്റണ്ട. വെയിറ്റ് ചെയ്ത് കൊമ്പ തുറക്കരുത്. കൊമ്പ നോക്കരുത്. കപ്പിൾ ഗോൾ പോലെ മനസ്സമ്മതിന് കൈപിടിക്കുന്നവരൊക്കെ പിടിച്ചിരിക്കുന്നു. എന്റെ ദൃഷ്ടി പതിഞ്ഞാ തീർന്നു. ഓക്കെ ഗൈസ് അപ്പോൾ കൊമ്പന ടീമിന് ലൗഡാണ് കിട്ടിയത്. സോ ലൗഡ് കിട്ടുന്ന ആൾക്കാർ ആദ്യം ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് ക്വൈറ്റിലോട്ട് കിടക്കാം. സംസാരം എടാ അതിന് സൗണ്ട് വേണ്ട. ലേസാണ്, കറമുറയാണ്, ക്രിസ്പിയാണ്. ചവച്ചാ മതി സൗണ്ട് വരാൻ. മൂഞ്ചി ഗൈസ്. എന്തിനാ മണി കിട്ടിയല്ലോ. ഓക്കെ ഇനി നമ്മുടെ ക്വൈറ്റ്. എല്ലാരും സൈലന്റ് ആവും, എങ്ങും നിശബ്ദത. അതെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഈ ഗ്ലാസ് മൊത്തം കുടിച്ചട്ടെ? മൊത്തമല്ല, അല്ല കുടിച്ചോട്ടെ. അപ്പൊ പിന്നെ സൗണ്ട് എടുത്താലും കുഴപ്പമില്ല. ആവശ്യം വരും, എന്തായാലും എടുക്കാനുള്ളല്ലേ. ഇപ്പൊ ഞാൻ പൊട്ടിക്കാണ്, ഞാൻ തന്നെ ശിക്ഷ മേടിക്കണമെന്നുണ്ടോ? പണിഷ്മെന്റ് അവൻ മേടിച്ചാലും കുഴപ്പമില്ലല്ലോ. രണ്ടാളും കുടിക്കേണ്ടി വരും. ടീമല്ലേ? ഓക്കെ 3 2 1 അല്ലല്ലോ വേറെ സാധനം എടുക്കും. നിങ്ങൾ സംസാരിക്കരുത്. ഒരു ചിപ്പ് അടിച്ചിട്ട് ബാക്കി അത് പൊട്ടിച്ച കത്തല്ലേടാ. നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കിയ പൊട്ടിച്ച ഒരു ഗ്ലാസ് വെറുതെ കുടിച്ചില്ലല്ലോ. കുടിച്ചോ? കുടിച്ചല്ലേ നിങ്ങൾ നോക്കണം. വേറെ കാര്യം, കുടിച്ചല്ലേ നിങ്ങൾ നോക്കണം. എനിക്ക് നേരെ വേളയിലെടുത്ത് കുടിച്ചോളൂ. അങ്ങോട്ട് ഇറക്ക് വായിൽ വെക്കാതെ. ചൂടൊന്നുമില്ല, ഊതി കുടിക്ക. ഹാപ്പി പോളി. കണ്ടിന്യൂ. 3 2 1 ഇനി സൗണ്ട് ഇല്ലാതെ തിന്നുന്നതൊക്കെ കാണണം. എന്നാലും മൊത്തമായിട്ട് വലിച്ചു കീറുക. ഇത് കുടിച്ചില്ല, ബാക്കി കഴിക്കാണോ? അതിൽ തൊട്ട ഇനി സൗണ്ട് വരും. ഊതി സൗണ്ട്. ഇനി അതിൽ തൊടുന്നിരിക്കുന്ന കാണണേ. എന്തായാലും കീറ് വലിച്ചു കീറ്. സെറ്റ്. അത് ഷെയ്ക്ക് കുടിക്കുന്ന പോലെയാണല്ലോ.
കുടിക്കുന്നത് മാങ്ങ ഒത്തിരിയാ ചാർലി ഒന്നും കാണാൻ കുടിച്ചപ്പോ അതോടെ കണ്ട് കുടിയാകുന്നുണ്ട് കുടിച്ചാ ആ ഇനി എടുക്കുക ഇനി സാധനം എടുക്കുക എടാ സൈഡിലാവ നിങ്ങൾ സൈഡിലാവ ചവയ്ക്ക് അലിക്കരുത് ചവയ്ക്കണം അലിക്കരുത് ചവയ്ക്കണം ചവയ്ക്കുന്നില്ല അതെ ഇത്ര സംസാരിക്കാൻ പാടില്ല ആ ഗ്യാപ്പിൽ അമ്മ കടിക്കും കേട്ടാ ചെറിയ പീസ് വലിയ പീസ് എടുത്താ എന്നാ ചാലത് പിടിക്ക് എന്നാ അവിടെ വെച്ചു എന്നാ വെച്ചു ആട്ടി കടിക്കും കടിച്ച് അടുത്ത കടിക്ക് ഒരു പീസ് തിന്നുന്ന സമയത്ത് തീർന്നു കേട്ടോ എന്നാ തീർന്നു കഴിക്ക് കടിക്ക് എന്താ കാണിക്കുന്നേ ഇവനിത് വിഴുങ്ങി ആ പീസ് എങ്ങനെ അടുത്ത 2 പീസ് ഒരുമിച്ച് പൊളി എന്നാ തുപ്പലൊക്കെ ഫുള്ള് അലിയിപ്പിട്ടിട്ട് ആ ഡോമിന്റെ സൗണ്ട് വന്നപ്പോ കേട്ടായിരുന്നു രണ്ടോ ഒരുമിച്ച് ചോദിച്ചില്ല അത് വൈകിട്ട് എന്നിട്ട് കുടിച്ചാ രണ്ട് സിപ്പുണ്ട് സംസാരിക്കില്ല ഇവിടെ ആ ഗ്യാപ്പിൽ കടിക്കണ്ടാണ് ആ മൂന്നെണ്ണം വന്നേ മൂന്ന് സിപ്പ് കുടിക്കണേ അല്ല നീ 3 കുടിക്കണം അത് വേണം അണ്ണനെ ഒരു വട്ടം കിട്ടിയത് ഡോമിന് എണ്ണിക്കോട്ടോ ചാലിന് നോക്കിട്ട് ചാലിന് കളകള ചെയ്ത് ആ ഒന്ന് 2 ആ ഇപ്പൊ 0 അല്ലേ 5 1 2 3 ഇത് അതിലോട്ടൊരു തുപ്പുന്ന നോ പ്രോബ്ലം ഞാനൊരു കാര്യം പറയട്ടെ ഒരു സ്പൂൺ എടുത്തിട്ട് അതിനകത്ത് കുടിപ്പിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ അത് പോയിന്റ് അടുത്ത റൗണ്ടിൽ അങ്ങനെ ചെയ്യാം അപ്പൊ കള്ളക്കളിയൊന്നും കിട്ടൂല കള്ളക്കളി വേണം അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അതിന്റെ ആവശ്യമുണ്ട് നമുക്കും ഇങ്ങനെ കുടിക്കാം അടുത്ത റൗണ്ട് അങ്ങനെ പോട്ട് ഓക്കെ സോ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ചാലഞ്ചിൽ 2 റൗണ്ട് കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ റൗണ്ടിലേക്ക് പോവാണ് സോ ഇനി വരാൻ പോകുന്ന ഐറ്റംസ് എന്തൊക്കെയാന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഗൈസ് ടഫ് ഗൈസ് ഓക്കെ സോ ലെറ്റ്സ് സോ ഗൈസ് അപ്പോൾ ഈ ഒരു ചാലഞ്ചിലെ 3ാമത്തെ റൗണ്ടിലേക്ക് നമ്മൾ ഫസ്റ്റത്തെ ഒരു ഫുഡ് ഐറ്റം വെക്കുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ക്ലോസ് യുവർ ഐസ് ഓക്കെ ക്ലോസ് യുവർ ഐസ് കണ്ണടയ്ക്കാൻ കൈ കൊണ്ട് പൊത്ത് അയ്യോ ഇത് എന്തിനാ പൊത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞുതരൂ നേരെ പൊത്ത് ഓക്കെ സോ ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും അത് എടുത്തിട്ട് വരാം എന്നിട്ട് കാണിച്ചു തരാം ഓക്കെ അത് തുറക്കല്ലേ സോ ഓക്കെ 3 2 1 തുറന്നോ ഹായ് കേക്കല്ല അതെ ക്വയറ്റ് ഇടുന്നാളെ നിന്ന് കഴിയുന്ന എനിക്ക് കാണണം സൗണ്ട് ഇല്ലാതെ കർമ്മയൊന്നുമല്ല മൂലദേവത നമ്മുടെ ഈ പ്രശ്നം എടുത്തോട്ടോ ആണല്ലേ സോ ഗൈസ് അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഈ ഒരു റൗണ്ടിൽ ഗൈസ് നമ്മൾ എന്താ വെച്ചിട്ടുള്ളത് റസ്ക് ഗൈസ് ഓക്കെ അപ്പോ 2 പ്ലേറ്റിലും 6 റസ്ക് വെച്ചിട്ടുണ്ട് എന്താണ് നോക്കുന്നത് കട്ടൻ ചായ കൂടി ഉണ്ടാണെങ്കിൽ ആ സൗണ്ട് ഇല്ലാത്ത എന്തിനാ കട്ടൻ ചായ ഈ സാധനം ഉണ്ടല്ലോ ഇതിലും സോ 3 2 1 എടു ഞങ്ങളുടെ കിങ് മൂലദേവതയുടെ മര്യാദക്ക് ഞാൻ ഇവിടെ എടുക്കാൻ വന്നല്ലേ ലൗഡ് കഴിക്കൂ സൗണ്ട് കേട്ടില്ലെങ്കിൽ പറയണം കേട്ടോ ഐ നീഡ് ടു ചേഞ്ച് മൈ ടീംമേറ്റ്സ് അടുത്ത നീ പിടിച്ചാ മതി കഴിച്ചോ എന്താ കടിക്കുന്ന സൗണ്ട് മതി വേറെ എന്തൊക്കെ സൗണ്ട് വരുന്നു ഓക്കെ സോ ഗൈസ് അപ്പൊ കഴിഞ്ഞ റൗണ്ടിൽ കൊമ്പന്റെ അഭ്യർത്ഥന വാങ്ങിച്ചുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ക്വയറ്റ് ആണ് അപ്പൊ എല്ലാവരും ക്വയറ്റ് ആവുക ഓക്കെ 3 2 1 എത്ര നേരം ഇങ്ങനെ വായിലിട്ട് നോക്കാം നമുക്ക് സമയമുണ്ട് നമുക്ക് നോക്കാം നോക്കട്ടെ അതെ ഇന്നൊരു പീസ് കടിക്കണം ഇനി 4 ബാക്കിയുണ്ട് കടി ആ എടുത്തോ
അത് കേട്ടാ രണ്ടുപേരും സ്പൂണോ അല്ലെ ഞങ്ങളെടുത്ത് കുടിപ്പിക്കേ അത് അതില്ല കുടിച്ചോ ടേസ്റ്റി യമ്മി വെക്കി ആ അടുത്ത കഴിക്കും ബാക്കി ആ തട്ടി സൗണ്ട് വന്നാ പെടും കേട്ടോ അടങ്ങിയിരുന്നു ആ അതൊന്നും പറഞ്ഞില്ല ഞാൻ മേത്തോടല്ലേ ഫുള്ള് വായിൽ കിട്ടാ ഇന്നൊന്ന് ചവക്കി ഡോമിന്റെ നിരമ്പൊക്കെ വന്ന് പുറത്തോട്ട് ആ ഡോമിനെ സൗണ്ട് എവിടെ നിന്ന് കൊണ്ടുവന്നു ഡോം കടിച്ചു ആ വെറുതെ പറഞ്ഞാണ് ഡോം കടിച്ചു സീരിയസ്ലി കടിച്ചു ഇവിടെ സാധനം റെഡി പെട്ടെന്ന് സാധനം ടേസ്റ്റി എന്ത് അതില്ല അതിന് കൂടുതൽ കഴിച്ചാൽ എന്താ ഇങ്ങനെ ഓക്കെ സെറ്റ് എല്ലാം ഹെൽത്തി ആവും ചാർജ് ചെയ്യുമ്പോ ഡോമിന് 2 സ്പൂൺ കുടിച്ചിട്ട് നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം ടേസ്റ്റി യമ്മി ഓരോ കൂടി ഉണ്ട് കലക്കൊന്ന് കൊടുക്കാൻ അങ്ങോട്ട് ഇനി കുഴപ്പമില്ല യമ്മി അവിടെ ചവടച്ചോ ഗായ്സ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ 3 റൗണ്ട്സ് കഴിഞ്ഞു അപ്പോൾ ഇനി വീണ്ടും ഇവർ തന്നെയാണ് ക്വൈറ്റ് കണ്ടിന്യൂ ചെയ്യുക അതോ ഈ ടീമിലോട്ട് ക്വൈറ്റ് വരും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് ഗായ്സ് ഓക്കെ സോ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാം ഗായ്സ് ഓക്കെ ലെറ്റ്സ് ഗോ സോ ഗായ്സ് അപ്പോൾ ഈ ഒരു റൗണ്ടിൽ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഗായ്സ് എന്താ നോക്കുമ്പോൾ പറഞ്ഞോ കപ്പ വറുത്തത് ഇതിന്റെ ഇംഗ്ലീഷ് എന്താ ടപ്പിയോക്ക ഫ്രൈ അതായത് ഇത്രയും നേരം ക്വൈറ്റും കൊണ്ട് ഇവര് അമ്മാനെ പാടായിരുന്നു അപ്പൊ ഇപ്രാവശ്യം കണ്ടിന്യൂ ചെയ്യണം കേട്ടോ അതന്നെ പിടിച്ചാ മതി 3, 2, 1 ഓക്കെ ആ ഓക്കെ ഞാൻ പറഞ്ഞില്ലേ മൂല നോക്കി മൂല തന്നെ കൊടുക്കണം അല്ലാതെ തല കൊടുത്തിട്ട് എന്തൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് ഇത് കഞ്ഞിട്ടീപ്പോ കഞ്ഞിയായി കേട്ടോ ഓക്കെ സോ ലൗഡ് ഓൾറെഡി കഴിച്ച് തുടങ്ങി സോ ഫൈൻ അപ്പോ എന്തായാലും ലൗഡിന്റെ ചാൻസ് അവിടെ തരുന്നിട്ടുണ്ട് ഇനി നമ്മുടെ ക്വൈറ്റിലേക്ക് പോവാം മത്ത കിക്കായ എല്ലാവർക്കും പാവയ്ക്ക ജ്യൂസ് കിക്കായി തുടങ്ങാം എടുത്തിട്ട് മിണ്ടാതിരിക്കാ കുറച്ചേരം അലീക്കടെ പരിപാടി നടക്കില്ല ഓക്കെ വാടുത്തോ അതാ നമ്മുടെ 2 സ്പൂൺ അതാ ഇവൻ ചാവിച്ചായിരുന്നു കേട്ട് സൗണ്ട് കേട്ടോ 2 സ്പൂൺ തള്ളാട്ടെ സൗണ്ട് ഒന്നും കേട്ട് പോലും ഇല്ല സ്റ്റോക്ക് കിട്ടിയതാ എന്ത് കുടുങ്ങിയ കപ്പുറത്തേക്ക് എങ്ങനെയാണ് ബ്രോ നമ്മളിങ്ങനെ തിന്നുന്നത് സോ ഗൈസ് അപ്പോൾ ഈ ഒരു ചാലഞ്ചിലെ ഫുഡ് ഐറ്റംസിന്റെ റൗണ്ടിലെ ലാസ്റ്റത്തെ ഫുഡാണ് ഇനി നെക്സ്റ്റ് വെക്കാൻ വേണ്ടി പോകുന്നത് സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഫുഡായിരിക്കും പ്രതീക്ഷിക്കുന്നു ഓക്കെ സോ ഇത് ക്വൈറ്റ് കിട്ടുന്നവർ റിഗ്രറ്റ് അടിക്കും ഓക്കെ അങ്ങനത്തെ സാധനമാണ് സോ നമ്മളെ ആദ്യം എടുത്താ പോലെ ലെറ്റ്സ് ഗോ ഗൈസ് അപ്പോൾ നമ്മുടെ ഈ ഒരു റൗണ്ടിൽ ഗൈസ് എല്ലാവരും ഫേവറേറ്റ് egg puffs guys ഫേവറേറ്റ് അതിലെ ഏറ്റവും ഇഷ്ടം പപ്സ് ആർക്കാ എല്ലാം കൂടി ഇടറാ. ഞാൻ എടുത്തു ഏതെങ്കിലും ഓക്കെ തുറന്നു നോക്ക് പേപ്പർ കളഞ്ഞ തിന്ന തുടങ്ങിയ തിന്നാൻ പറഞ്ഞില്ല അവര് തുറക്കട്ടെ പിന്നെ ഈ റൗണ്ടിൽ വേറെ പ്രത്യേകത ഉണ്ട് ഒരാൾക്ക് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കഴിക്കട്ടെ പപ്സ് വെറുപ്പിച്ചാണല്ലോ പപ്സിനെ നീ നമുക്ക് നമ്മുടെ പൊന്നു
സമ്മതിച്ചു കേട്ടാ. നടക്കൂലടത് അവിടേക്ക് ചാല എക്സ്പെർട്ടാ, പപ്സിൽ എക്സ്പെർട്ടാ. പപ്സ് കുറച്ച് ഇതായിട്ടുണ്ട്. അതെ മറ്റേ ക്രിസ്പിയിൽ ചേട്ടൻ തീർന്നു. ചേട്ടാ ഓ വട യമ്മി. ബക്രിയുടെ ആ ഒരു ഡെസിബിൾ സൗണ്ട് അങ്ങ് പോയി. സമ്മതിക്കണം കേട്ടോ. മറ്റേ ഉള്ളി വരെ തോറ്റു പോകും. ഉള്ളി വരെ സൗണ്ട് ഇല്ലാതെ കടിക്കുന്നു. സൗണ്ട് എടുത്ത് വെച്ചോട്ടെ. മാക്സിമം നിനക്ക് എത്ര സൗണ്ട് ആക്കി അത്ര സൗണ്ട് ആക്കി വെച്ചു. ഇത്ര ഉള്ള എനിക്ക് സൗണ്ട്. ചാലഞ്ചിലെ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ തീർന്നു. ഇനി ഒരു ടാസ്ക് ആണ് ഗൈസ്. ഓക്കെ, ഞാൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ റെഡിയാണോ ടാസ്കിന്? റെഡിയാണോ? 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 അല്ല. റെഡിയല്ലേ? അല്ല. റെഡി ആവണം. ഓക്കെ, സോ നമുക്ക് ഗൈസ് അപ്പോൾ നമ്മുടെ ഒരു ചാലഞ്ചിൽ അവസാനത്തെ റൗണ്ടാണ് ഗൈസ് നടക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെയാണെങ്കിൽ ഗൈസിന് അവിടെ ഇവർക്ക് 2 ബോക്സസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ആൻഡ് അതുപോലെ തന്നെ ഐ ഹാവ് ടു സംതിങ്, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പേപ്പർ ഗൈസ്. അതായത് നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ പൊതിയുന്ന പേപ്പർ. ചോപ്പാർക്കാവുണ്ട്. ഓക്കെ, ഒരു ഗോൾഡൻ പേപ്പർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു റെഡ് പേപ്പർ ഉണ്ട്. അതായത് നിങ്ങളുടെ കയ്യിലുള്ള പെട്ടി ഗിഫ്റ്റ് പോലെ പൊതിന് സുന്ദര കുട്ടപ്പനാക്കണം. ഓക്കെ, സോ അതാണ് ടാസ്ക്. എന്താണ് ഇനി അത് പൊളിച്ചിട്ട് ഒന്നുകൂടി തുടങ്ങിയില്ലേ? ഇത് സയന്റിഫിക്കലി ഇൻകറക്റ്റ്. നടക്കൂല. ഓക്കെ, തീർക്കാം. സയന്റിഫിക്കലി നടക്കൂല, പക്ഷെ നടത്തിക്കണം. അതാണ് നിങ്ങളുടെ കഴിവ്. ഓക്കെ, ഇതിന്ന് സൗണ്ട് വന്നാ ബൂം. ഓക്കെ ഓക്കെ ഓക്കെ. സോ വെയിറ്റ്, ആദ്യം നമ്മുടെ ഡോം തുറക്കട്ടെ. ഇത് തുറക്കരുത്. എന്താ 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 എങ്ങനെയാ ഈ ഗ്ലാസ്സൊക്കെ കുടിക്കല്ലേ? ഫസ്റ്റ് ലൗഡ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തോ ഭാഗ്യത്തിന് ഗൈസ് ലൗഡ് കിട്ടിയിട്ടുണ്ട്. കീറി കഴിഞ്ഞാൽ ഞാൻ വെട്ടും. മര്യാദക്ക് കൊട്ടിച്ചോണം. ഇത് ഇങ്ങനെയല്ല, വൃത്തിക്ക് കൊട്ടിക്കണം. വൃത്തി തന്നെ. എന്റെ കല്യാണത്തിന് പോലെ ഇങ്ങനെ. എന്റെ കല്യാണത്തിന് വല്ലവന്റെ കല്യാണത്തിന് ഞാൻ ഇതുപോലെ പൊഞ്ഞു കൊടുക്കാറ്. ടൈം എടുത്തിട്ട് മയത്തിന് ബ്രോ ഇങ്ങോട്ട് ലൗഡ് എന്നൊക്കെ പറയുന്നത്. വമ്പിച്ച തിരിച്ചു വരുമായിരുന്നു കാഴ്ച ഇവിടെ ടീം കന്നിയുടെ. കാര്യം പറയണം. എന്തായാലും നമ്മൾ കുടിക്കേണ്ടി വരും. കുടിച്ചിട്ട് തുടങ്ങാന്നല്ലേ? അപ്പൊ എത്ര വട്ടം സൗണ്ട് വരണോ? അല്ലല്ല ആദ്യമേ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അല്ല ട്രൈ ഞങ്ങള് ട്രൈ ഇവിടെ ട്രൈ ചെയ്യുന്നില്ല. തൊട്ട സൗണ്ട് കേട്ടോ അപ്പൊ ഒരു ഫോൺ. അല്ല ട്രൈ എന്തിന് നമ്മള് തുടങ്ങാൻ പോവാ. സൈലൻസ്. സൗണ്ട് വന്നു. എടാ നിന്റെ ഒന്ന് ചെവിയാക്കണല്ലോ സൗണ്ട്. വന്നില്ലേ സൗണ്ട് വന്നു. എത്ര സൗണ്ട് വന്നു. എത്ര പ്രാവശ്യം സൗണ്ട് അവിടെ തന്നെ അതുപോലെ പറ്റോ പറ്റും. ഗ്ലാസ് ഹോട്ടല് കാക്കയുടെ വായില സൈലൻസ്. സൗണ്ട് ഇവന് എനിക്ക് കൊടുക്കണം. അവനെ നീ കൊടുത്തോ? അനക്കല്ലേ കാക്കയുടെ വായില തുപ്പി തുപ്പി തുപ്പി.
ഇനി ഞാൻ പിടിച്ചതാ, ഞാൻ കൊടുത്തോളാം എനിക്ക്. ചേട്ടൻ സംസാരിക്കാൻ പാടില്ല. വിട്ടോ 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 അവിടെ അത്ര വെച്ചോ അത്ര വെച്ചോ അത്ര വെച്ചോ അത്ര വെച്ചോ. സൗണ്ട് കേട്ട കൗണ്ട് ചെയ്യാൻ കിട്ടും വരും. ഇത് എത്തത്തില്ല. ബോക്സ് എത്തത്തില്ല. അല്ലെങ്കിൽ രണ്ടര വെക്കുന്ന നടക്കൂല മുട്ടായി കളയല്ലേ ഓക്കെ വേസ്റ്റ് ആക്കരുത് എല്ലാം കുടിക്കാം. സൗണ്ട് പോയി കയ്യിൽ പോയി ഇളകാതെ ഇരുന്ന് കൊടുത്താൽ കുപ്പായത്തിൽ പോകില്ല. അതെ അനങ്ങാതെ. ഞാനൊക്കെയല്ല ഇനി അത് പിടിച്ചോണ്ടിരിക്കണം കേട്ടാ. എമ്മി പൊളി പൊളി അത് പൊളിച്ച് കൊമ്പം പഠിച്ചു കൊമ്പ കളി പഠിച്ചു. മക്കനൊന്നും പറഞ്ഞു തുപ്പിക്കളല്ലേ അടികൊള്ളേ. അങ്ങനെയല്ല മുകളിലോട്ട് തുറക്കണം. എമ്മി തന്നെ സൗണ്ട്. അപ്പൊ മൂന്ന് കൈ എടുത്താലും തൊട്ട് കൈ വെച്ചാലും ഒന്ന് ഒന്ന് രണ്ട് നാല് കൊമ്പത്തെ മാറി പോരാട്ടാ. ഇട്ട് കൊടുക്കരുത്. പണിയുള്ള എല്ലാം കൊടുക്കണം. എന്തായാലും സെറ്റ് ആയിട്ട് ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനൊരു കയ്യടി കൊടുക്കാം. എത്ര വട്ടം കുടിച്ചാൽ റൗണ്ട്? ഓക്കെ സോ എത്ര വട്ടം 8 വേണമല്ലേ? 8 തവണ കുടിച്ചിട്ടുള്ളൂ. ഇവര് പിന്നെ അൺലിമിറ്റഡ് ആണ്, കണക്കില്ല. അപ്പൊ എന്തായാലും ഗായ്സ് ഓക്കെ ഇവിടെ കഞ്ഞിയുടെയും പഴങ്കഞ്ഞിയുടെയും കളി ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഗായ്സ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടില ചാലഞ്ച് കൂടി നമ്മൾ വരുന്നതായിരിക്കും.